ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്ത നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇതിന് മുൻപ് ഞാൻ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വടുകപ്പുളി നാരങ്ങ അച്ചാർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിലുണ്ട്. പിക്കിൾ റെസിപ്പീസിൽ അതുണ്ട്. അല്ലാതെ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ അച്ചാർ ഓണം റെസിപ്പീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. അപ്പോൾ ഇത് നമുക്ക് എരിവ് അത്ര ചേർക്കാത്ത, മുളക് പൊടി ചേർക്കാത്ത ഒരു വെളുത്ത നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഓണം സ്പെഷ്യൽ റെസിപ്പീസ് ഞാൻ ഓൾറെഡി പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ റെസിപ്പീസും അതിലുണ്ട്. പിക്കിള്, കറികൾ, അവിയൽ, തോരൻ, കിച്ചടി, പുളിശ്ശേരി, പിന്നെ പലതരം പായസം റെസിപ്പീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കുന്ന, നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പായസം റെസിപ്പിയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണം. കുറേ റെസിപ്പീസൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിസി ആയിട്ടുള്ള വീട്ടമ്മമാർക്ക് അതൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എല്ലാം റെസിപ്പീസൊക്കെ ഒന്ന് കാണണം. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനി തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഈ നാരങ്ങ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത നാരങ്ങ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൊട്ടിപ്പോകാതെ, എന്നാൽ ഒന്ന് സോഫ്റ്റ് ആവണം, അങ്ങനെ മതി. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്ത നാരങ്ങയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു കണ്ണാടി ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം. ഈ കുരു കാണുന്നതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിത് നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ എടുത്തു. നല്ലപോലെ ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് കുലുക്കി. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിലാണ് വയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നാരങ്ങ ഉപ്പിലിട്ട് ഇതുപോലെ ഒരു ബോട്ടിലിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ദിവസവും നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുക്കുമായിരുന്നു. ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. ദിവസവും ഒന്ന് കുലുക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കറിയാക്കാം. ഇപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നാരങ്ങ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചട്ടി എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളും അലുമിനിയം അങ്ങനെയുള്ളതൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്,
1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. നമുക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു പിടി വെളുത്തുള്ളി ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തത്, ചെറുതാണെങ്കിൽ മുഴുവനോടെ ഇടാം, വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിടാം. പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് വറുത്തതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. തീയെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൊടികൾ ചേർത്തത്. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്, എന്നാലും ഉപ്പ് കുറച്ചുകൂടെ ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നിതിനെ നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടി ആയതുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ നാരങ്ങ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കയ്പുണ്ടാവും. അപ്പോൾ ചൂടോടുകൂടെ ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് എടുത്തു. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ്, പുളി, മധുരം എല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഉപ്പോ മറ്റോ കുറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇപ്പോൾ തന്നെ ചേർത്ത് വയ്ക്കാം. എരിവൊക്കെ അതിൽ പിടിക്കാനായിട്ട് 1-2 ദിവസം കൂടെ ആവും. നമ്മളിപ്പോൾ ചെയ്തതാണ്, ഇപ്പോൾ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വടുകപ്പുളി നാരങ്ങ അച്ചാർ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആ നാരങ്ങ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങ കൊണ്ടും നമുക്ക് ഇതുപോലത്തെ അച്ചാറുണ്ടാക്കാം. ഓണത്തിന് തന്നെ നമുക്കത് ഇലയിൽ വിളമ്പാനായി ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് കുറച്ച് തിക്കായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, കുറച്ച് വിനീഗർ എല്ലാം ചേർത്ത് തിളപ്പിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉപ്പ് മധുരമൊക്കെ കുറയുന്നതിനനുസരിച്ച് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.